അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 11 ചൊവ്വാഴ്ച. മൂന്നാം മോദി മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനം പൂർത്തിയായി. മന്ത്രിസഭയിലെ പ്രധാനികളായ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായും, രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായും, നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത മന്ത്രിയായും, നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രിയായും, എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായും, അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രിയായും തുടരും. JP നദ്ദയ്ക്ക് ആരോഗ്യവും, ശിവരാജ് സിംഗ് ചൌഹാനെ കൃഷിയും, മനോഹർലാൽ ഖട്ടാറിനെ നഗരവികസനവും ഊർജവും, ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ടെലികോമും, ധർമ്മേന്ദ്ര പ്രധാന് വിദ്യാഭ്യാസവുമാണ് വകുപ്പുകൾ. മൂന്നാം മോദി സർക്കാരിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം. ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമം, മൃഗസംരക്ഷണം, ഫിഷറീസ് വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത്. അതേസമയം സഹമന്ത്രി സ്ഥാനം ലഭിച്ചതിൽ തനിക്ക് അതൃപ്തിയുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായതിൽ അഭിമാനമെന്നും കേരളത്തിന്റെ വികസനത്തിന് പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മോദി സർക്കാരിനെയും നാഗ്പൂരിൽ നടന്ന RSS സമ്മേളനത്തിൽ നിശിതമായി വിമർശിച്ച് RSS മേധാവി മോഹൻ ഭാഗവത്. ഒരു വർഷമായി കത്തുന്ന മണിപ്പൂരിൽ സമാധാനം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നാണ് RSSന്റെ ആവശ്യം. പ്രതിപക്ഷത്തെ ശത്രുവായി കാണരുതെന്നും പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കപ്പെട്ടുവെന്നും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിൽ പ്രചാരണം നടന്നുവെന്നും മോഹൻ ഭാഗവത് വിമർശിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോക കേരള സഭയുടെ ഉദ്ഘാടകനാകാനുള്ള സർക്കാർ ക്ഷണം നിരസിച്ചു. ഗവർണറെ ക്ഷണിക്കാനെത്തിയ ചീഫ് സെക്രട്ടറി V വേണുവിനെ ഗവർണർ രൂക്ഷമായി വിമർശിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാന സർക്കാരിന്റെ നടപടികളിലെ അതൃപ്തി ചീഫ് സെക്രട്ടറിയോട് ഗവർണർ തുറന്നു പറഞ്ഞു. SFIക്കാർ തന്റെ കാർ തടഞ്ഞതിൽ സർക്കാർ നടപടികളുണ്ടായ വീഴ്ചയടക്കം ഗവർണർ പരാമർശിച്ചതാണ് വിവരം. ജൂൺ 13 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് വെച്ചാണ് 4ാം ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിയിൽ നിന്ന് വധു പിന്മാറി. ആരോപണങ്ങളിൽ കുറ്റബോധമുണ്ടെന്നും താൻ പറഞ്ഞത് കളവാണെന്നും പറഞ്ഞ യുവതി രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ക്ഷമാപണവും നടത്തി. കുറ്റാരോപിതനായ രാഹുലിനെ നാട്ടിലെത്തിക്കാൻ CBI ഉൾപ്പെടെ രംഗത്തിറങ്ങിയ ഘട്ടത്തിലാണ് മൊഴിമാറ്റം. സമൂഹ മാധ്യമത്തിലാണ് യുവതി വീഡിയോ പങ്കുവച്ചത്. എന്നാൽ മകളെ കാണാനില്ലെന്ന് വധുവിന്റെ അച്ഛൻ പരാതി നൽകി. മകളെ ഭീഷണിപ്പെടുത്തി പറയിച്ചതാണെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പ്രതികരിച്ചു. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വധുവിനെ കാണാനില്ലെന്ന അച്ഛന്റെ പരാതിയിൽ വടക്കേക്കര പോലീസ് കേസെടുത്തു. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൈമാറി. വടക്കേക്കര പോലീസ് എടുത്ത കേസ് പെൺകുട്ടിയെ കാണാതായത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ കഴക്കൂട്ടം പോലീസിനെ കൈമാറും. അതേസമയം താൻ സുരക്ഷിതയാണെന്നും തന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ലെന്നും തനിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് വധഭീഷണിയുണ്ടെന്നും വ്യക്തമാക്കി പെൺകുട്ടി സമൂഹ മാധ്യമത്തിലൂടെ പിന്നെയും പ്രതികരിച്ചു. K മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്നുള്ള DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ രാജി KPCC അധ്യക്ഷൻ K സുധാകരനും UDF ജില്ലാ ചെയർമാൻ മുൻ MLA MP വിൻസെന്റിന്റെ രാജി UDF ചെയർമാൻ VD സതീശനും അംഗീകരിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടായ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള രാജി സ്വീകരിച്ചുവെന്നാണ് വിശദീകരണം. തൃശൂർ മണ്ഡലത്തിലെ K മുരളീധരന്റെ പരാജയം പാർട്ടിക്കും ജില്ലയിലെ ജനാധിപത്യ ചേരിക്കും കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയതെന്ന് അനിൽ അക്കര. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് താൻ ഉൾപ്പെടെ ആർക്കും മാറി നിൽക്കാനാവില്ലെന്നും അത് ഏറ്റെടുക്കുന്നതിന് പകരം ഇനിയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് പാർട്ടിയെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സജീവൻ കുര്യച്ചരുടെ വീടിന് നേരെ ആക്രമണം. ഇന്നലെ രാത്രി 2 കാറുകളിലായി എത്തിയ അക്രമി സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. വീട്ടിലുണ്ടായിരുന്ന അമ്മയെയും സഹോദരിയെയും ഭീഷണിപ്പെടുത്തി. വീട് ആക്രമിച്ചതിന് പിന്നിൽ ഇന്നലെ സ്ഥാനമൊഴിഞ്ഞ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരാണെന്നും വീട് ആക്രമിച്ച സംഭവം പോലീസിൽ പരാതിപ്പെടില്ലെന്നും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തനിക്ക് അറിയാമെന്നും K മുരളീധരന്റെ അനുയായിയായ സജീവൻ കുര്യച്ചിറ കൂട്ടിച്ചേർത്തു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ും
ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ CPM-ന്റെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകി. മുന്നണിക്ക് ഉറപ്പുള്ളത് 2 സീറ്റാണ്. അതിൽ ഒന്നിലാണ് കേരള കോൺഗ്രസ് എം മത്സരിക്കുക. ഒരു സീറ്റിൽ CPI സ്ഥാനാർത്ഥി മത്സരിക്കും. ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുക. രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച RJD കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. PP സുനീർ CPIയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി. സുനീർ നിലവിൽ CPIയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. പൊന്നാനി, വയനാട് മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. CPI മലപ്പുറം ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടതുമുന്നണി യോഗത്തിൽ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി RJDയുടെ പ്രതിഷേധം. രാജ്യസഭാ സീറ്റ് സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യാൻ വിളിച്ച മുന്നണി യോഗത്തിൽ RJDയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വർഗീസ് ജോർജാണ് മുന്നണി നേതൃത്വത്തിന്റെ നിലപാടിനെ വിമർശിച്ചത്. രാജ്യസഭാ സീറ്റ് എപ്പോഴും CPIക്ക് നൽകുന്നതിലായിരുന്നു പ്രതിഷേധം. രാജ്യസഭയിലേക്ക് എല്ലാ പാർട്ടികൾക്കും പ്രാതിനിധ്യം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നീറ്റ് പരീക്ഷാ ഫലത്തിലെ വ്യാപക ക്രമക്കേടിനെതിരെ MSF സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. അഭിഭാഷകൻ ഹാരിസ് ബീരാനാണ് MSFനായി ഹർജി സമർപ്പിച്ചത്. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ സുപ്രീം കോടതിയിലെത്തുന്ന ആദ്യ ഹർജിയാണിത്. ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, ചോദ്യപേപ്പർ ചോർച്ചയിൽ സമഗ്ര അന്വേഷണം നടത്തുക, അന്വേഷണം പൂർത്തിയാകാതെ കൌൺസിലിംഗ് നടപടിയിലേക്ക് കടക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്ത് പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള മുന്നറിയിപ്പ് സൈറനുകളുടെ പ്രവർത്തന പരീക്ഷണം ഇന്ന്. 85 സൈറനുകളാണ് പരീക്ഷിക്കുന്നത്. വിവിധ ജില്ലകളിൽ സൈറനുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ വിശദാംശങ്ങളും അവയുടെ പരീക്ഷണം നടക്കുന്ന സമയവും ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ടിട്ടുണ്ട്. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ സിഡ്കോ കഴിഞ്ഞ സാമ്പത്തിക വർഷം 202 കോടി രൂപയുടെ വിറ്റുവരവും 1.41 കോടി രൂപയുടെ പ്രവർത്തന ലാഭവും നേടിയതായി റിപ്പോർട്ട്. തുടർച്ചയായ രണ്ടാമത്തെ വർഷമാണ് സിഡ്കോ 200 കോടി രൂപയ്ക്ക് മുകളിൽ വാർഷിക വിറ്റുവരവ് നേടുന്നത്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സുസ്ഥിര ലാഭത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് സിഡ്കോയെയും ലാഭത്തിലെത്തിച്ചതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് പറഞ്ഞു. കലാഭവൻ മണിയുടെ സഹോദരനും മോഹിനിയാട്ടം കലാകാരനുമായ RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന കേസിൽ നർത്തകി സത്യഭാമയോട് ഒരാഴ്ചയ്ക്കുള്ളിൽ കേസ് പരിഗണിക്കുന്ന തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. അന്നേ ദിവസം തന്നെ കീഴ്ക്കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ച് ഉചിതമായ തീരുമാനം എടുക്കണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. യൂട്യൂബ് ചാനലിൽ നടത്തിയ പരാമർശത്തിലൂടെ തന്നെ വ്യക്തിപരമായി അപമാനിച്ചെന്നാണ് സത്യഭാമയ്ക്കെതിരെയുള്ള രാമകൃഷ്ണന്റെ പരാതി. കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU MSF സഖ്യത്തിന് വിജയം. സർവകലാശാല യൂണിയനിലെ മുഴുവൻ ജനറൽ സീറ്റുകളിലും KSU MSF മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 10 വർഷത്തിനു ശേഷമാണ് സർവകലാശാല യൂണിയൻ UDSF മുന്നണി പിടിക്കുന്നത്. ചെറിയ വീടുകൾക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ ഉടമസ്ഥാവകാശ രേഖയോ നിയമപരമായ കൈവശാവകാശ രേഖയോ ആവശ്യമില്ലെന്ന് KSEB. വെള്ളക്കടലാസിലെഴുതിയ സാക്ഷ്യപത്രം മാത്രം സമർപ്പിച്ചാൽ മതിയെന്നും KSEB അറിയിച്ചു. ബാർക്കോഴ അഴിമതി ആരോപിച്ച് LDF സർക്കാരിനെതിരെ UDF നടത്താൻ നിശ്ചയിച്ച നിയമസഭാ മാർച്ച് മാറ്റിവെച്ചു. നാളെ നിശ്ചയിച്ചിരുന്ന നിയമസഭാ മാർച്ചും അന്ന് വൈകുന്നേരം 3-ന് ചേരാനിരുന്ന UDF സംസ്ഥാന ഏകോപന സമിതിയും രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം നടക്കുന്നതിനാലാണ് മാറ്റിവെച്ചതെന്ന് UDF കൺവീനർ MM ഹസൻ അറിയിച്ചു. തൃശൂർ പൂരം നടത്തിപ്പിൽ കമ്മീഷണറുടെ നടപടികൾക്കെതിരെ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി. R. ഇളങ്കോ ആണ് പുതിയ കമ്മീഷണർ. അങ്കിതിന് പുതിയ നിയമനം നൽകിയിട്ടില്ല. K. സുരേന്ദ്രനെതിരെ പരോക്ഷ വിമർശനവുമായി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നെന്ന് വൈകുന്നേരം ചാനലിൽ വന്നിരിക്കുന്ന കള്ളപ്പണിക്കർമാർ കുറെ എണ്ണം പറഞ്ഞിരുന്നുവെന്ന് K. സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പാർട്ടിയിൽ വരൂ, പദവി തരാം, ഒപ്പം നിൽക്കൂ, സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കർ ആണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ എന്നാണ് ശ്രീജിത്ത് പണിക്കർ ചോദിച്ചത്. മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടുമെന്നും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശും പോകുമെന്നും ശ്രീജിത്ത് പണിക്കർ കുറിച്ചു. ഡ്രൈഡേ പിൻവലിക്കുന്നതിനെ കുറിച്ച് മന്ത്രിതലത്തിൽ പ്രാഥമിക ചർച്ച നടത്തിയിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ്. കഴിഞ്ഞ വർഷം മദ്യനയം പ്രഖ്യാപിക്കാൻ വാർത്താസമ്മേളനം നടത്തുന്ന ദിവസം രാവിലെ വരെ ഡ്രൈഡേ പിൻവലിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു. ഈ സർക്കാർ ഡ്രൈഡേ പിൻവലിച്ചിട്ടില്ല, അതേക്കുറിച്ച് ചർച്ചയും നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി.
കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സോണിയാഗാന്ധിയെ സന്ദർശിച്ചു. സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് ഷെയ്ഖ് ഹസീന സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും നേരിൽ കണ്ടത്. ഷെയ്ഖ് ഹസീന മൂവരെയും കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചതായാണ് റിപ്പോർട്ട്. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയത്. BJP IT സെൽ മേധാവി അമിത് മാളവ്യ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും പശ്ചിമ ബംഗാളിലെ പാർട്ടി ഓഫീസുകളിലും വെച്ച് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് ആരോപണം. ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അമിത് മാളവ്യയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും അന്വേഷണം വേണമെന്നും നടപടി വേണമെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനൈക് ആവശ്യപ്പെട്ടു. അജിത് ഡോവൽ ഇനി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പദവിയിൽ തുടരുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം. പദവിയിൽ തുടരാൻ താൽപര്യമില്ലെന്ന് അജിത് ഡോവൽ അറിയിച്ചതായും എന്നാൽ തുടരണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് സോളോസ് ക്ലോസ് ചിലിമ കയറിയ വിമാനം കാണാതായി. ചിലിമയടക്കം 10 പേർ കയറിയ സേനാ വിമാനം തലസ്ഥാനമായ ലിലോങ്കോയിൽ നിന്ന് പറന്നുയർന്ന് 1 മണിക്കൂറിനകം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. ആവേശം അവസാന ഓവർ വരെ നീണ്ടുനിന്ന 2020 ലോകകപ്പിലെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശിനെ 4 റൺസിനെ തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിനെ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. തുടർച്ചയായ 3ാം ജയത്തോടെ ഗ്രൂപ്പ് ഡിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്ക സൂപ്പർ 8 ഉറപ്പിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.